പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ബി നേതാക്കന്മാരും പ്രവർത്തകരും. റോഡ് ഷോയ്ക്കായി പ്രത്യേകം അലങ്കരിച്ച വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ പിച്ചച്ചട്ടിയെടുത്ത അടിമാലിയിൽ പ്രതിഷേധിച്ച ഇടുക്കി സ്വദേശിനി മറിയക്കുട്ടി, നടി ശോഭന, ക്രിക്കറ്റ് താരം മിന്നുമണി തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുമെന്ന് സൂചന ലഭിക്കുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഈ അലങ്കരിച്ച വണ്ടിയിലായിരിക്കുമോ പ്രധാനമന്ത്രി സഞ്ചരിക്കുക? പറയൂ. എസ് കെ എൻ ഗുജറാത്തിൽ നിന്നെത്തിച്ച ഈ വണ്ടിയിലാണ് മോദി തൃശ്ശൂരിലും സന്ദർശനം നടത്തുക. അദ്ദേഹത്തിന്റെ ഈ പ്രിയപ്പെട്ട വാഹനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേക സംഘത്തെ എത്തിച്ചുകൊണ്ടാണ് ഈ വാഹനം അലങ്കരിക്കുന്നത്. ഉൾപ്പെടെ രാവിലെ തുടങ്ങിയ ഈ അലങ്കാര പരിപാടികളൊക്കെയാണ്. അതൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൽ പൂക്കൾ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വാഹനത്തിലാണ് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുക. സാധാരണ അദ്ദേഹം, നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ചെറിയ റോഡ് ഷോ ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഈ വലിയ ജനക്കൂട്ടം ഉള്ള മേഖലയിൽ അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ഈ ഗുജറാത്തിലെ ഈ വാഹനത്തിലാണ് ഇദ്ദേഹം എന്തായാലും ഈ റോഡ് ഷോ എല്ലാം നടത്താറുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ പൂക്കൾ ഒരുക്കുന്ന പ്രത്യേക സംഘമാണ്. ഇവരാണ് സ്ഥിരം പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ ഇത്തരത്തിൽ ഈ വാഹനമൊക്കെ അലങ്കരിക്കുന്നത് എന്നുള്ളതാണ്. ചേട്ടാ, എന്താ ഈ പരിപാടികളൊക്കെ കഴിയാറായോ? കഴിയാറായി, ഏകദേശം എല്ലാം കഴിയാറായി. കുറച്ച് പണിയുണ്ട്. അത്ര പൂക്കളൊക്കെ എവിടെ നിന്ന് നമ്മൾ എത്തിച്ചത്? ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചത് സാധനം. മൊത്തത്തിലെല്ലാ ഫ്ലവറും ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതാണ്. എങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടിക്കൊക്കെ ഇതിനു മുമ്പും ഇതേപോലെ ഒരുക്കിയിട്ടുണ്ടോ നമ്മള്? ഇല്ല, ഇത് ആദ്യമായിട്ട് ചെയ്തില്ല. ബാംഗ്ലൂരിൽ നിന്നുള്ള ടീമാണ് സാധാരണ എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് ദക്ഷീവൻസ് പറഞ്ഞിട്ട്, ദിശിൽ ബായ് പറഞ്ഞിട്ട് നമുക്ക് ഏൽപ്പിച്ച ആള് അതന്നെ. എസ് കെ, ഇത്തരത്തിൽ തന്നെയാണ് നേരത്തെയും ഈ പറഞ്ഞ ഈ വാഹനത്തിലാണ് പ്രധാനമന്ത്രി ഗുജറാത്തിൽ ഉൾപ്പെടെ ഈ റോഡ് ഷോ നടത്തുന്ന സമയത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘമാണ്. പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് ഈ പൂവ് അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് കെ സുരേന്ദ്രനുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് നടി ശോഭന മുതൽ മറിയക്കുട്ടി വരെയുള്ളവർ ഈ സമ്മേളനത്തിൽ മോദിയോടൊപ്പം വേദി പങ്കിടും എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അതേ നാണയത്തിൽ മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ വേദിയിൽ BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മറിയക്കുട്ടി അടക്കമുള്ളവരെ ഇവിടെ എത്തിക്കുന്നത്. എന്തായാലും ഇതിന്റെ എല്ലാം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നഗരത്തിൽ ഉൾപ്പെടെയുള്ള അല്പസമയത്തിനകം ഈ ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്തും. കാരണം ഈ തൃശൂർ റൗണ്ടിലേക്ക് ഇനി 10 മണിയോടുകൂടി ഒരു വാഹനങ്ങളും കടത്തിവിടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. 10:30യോടുകൂടി പൂർണ്ണമായും ഈ റൗണ്ടിലേക്കുള്ള ഗതാഗതത്തിന് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് കടക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.